ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫെസ്റ്റ്. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. KSTU പാലക്കാട് ജില്ലാ സമ്മേളനം ഈ മാസം 10-11 തീയതികളിൽ കൊപ്പത്ത് വെച്ച് നടക്കും. തകർക്കരുത് പൊതുവിദ്യാഭ്യാസം, തുടരരുത് നീതി നിഷേധം എന്ന പ്രമേയത്തിലാണ് സമ്മേളനം നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തകർക്കരുത് പൊതുവിദ്യാഭ്യാസം, തുടരരുത് നീതി നിഷേധം എന്ന പ്രമേയത്തിലാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ KSTUവിന്റെ 46ാമത് ജില്ലാ സമ്മേളനം കൊപ്പത്ത് വെച്ച് നടക്കുന്നത്. ജനുവരി 10-11 തീയതികളിൽ കൊപ്പം കരിങ്ങനാടുള്ള സിൻഡിക്കേറ്റ് മാളിലാണ് സമ്മേളനം നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10-ന് വൈകുന്നേരം 4 മണിക്ക് ജില്ലാ പ്രസിഡന്റ് നാസർ തേളത്തെ പതാകയോടെ സമ്മേളനത്തിന് തുടക്കം കുറിക്കും. തുറന്നു നടക്കുന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PT മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. 11-ന് രാവിലെ വിളംബര റാലി ആരംഭിക്കും. കൊപ്പം സെന്ററിൽ നിന്നുമാണ് റാലി. തുറന്നു നടക്കുന്ന സമ്മേളനം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്യും. MA സമദ് മുഖ്യപ്രഭാഷണം നടത്തുമെന്നും സംഘാടകർ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ എക്കാലത്തും ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുകയും അധ്യാപകരുടെയും ജീവനക്കാരുടെയും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും അവകാശങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്ത് അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അതിൻ്റെ 46ാമത് സംസ്ഥാന സമ്മേളനം ജനുവരി 19, 20, 21 തീയതികളിലായി സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് നടക്കുകയാണ്. സംസ്ഥാന സമ്മേളനങ്ങളുടെ മുന്നോടിയായി എല്ലാ ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടുവരികയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, തൃശ്ശൂർ, ആലപ്പുഴ, തിരുവനന്തപുരം അടക്കം എല്ലാ ജില്ലകളിലും സമ്മേളനങ്ങൾ ഏറെക്കുറെ പൂർത്തീകരിക്കപ്പെടും. ഈ വരുന്ന 10-11 തീയതികളിലായി കൊപ്പത്ത് വെച്ചിട്ടാണ് പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കുന്നത്. 11-ന് രാവിലെ 11 മണിക്ക് വിദ്യാഭ്യാസ സമ്മേളനം നടക്കും. പൊതുവിദ്യാഭ്യാസവും വെല്ലുവിളികളും പ്രതീക്ഷകളും എന്ന വിഷയത്തിലാണ് വിദ്യാഭ്യാസ സെമിനാർ. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA കരീം വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 12 മണിക്ക് വനിതാ സമ്മേളനം നടക്കും. അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 2 മണിക്ക് നടക്കുന്ന യാത്രയപ്പ് സമ്മേളനം ഹമീദ് കൊമ്പത്ത് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരത്തോടെ സമ്മേളനത്തിന് സമാപനമാകും. പൊതുവിദ്യാഭ്യാസ രംഗം ഇന്ന് വലിയ വെല്ലുവിളിയാണ് നേരിടുന്നതെന്നും പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കുന്നതിനും ഭരണകൂട അനീതികൾക്കുമെതിരെ പ്രതികരിക്കുന്നതിനും സമ്മേളനം നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വളരെ സൈലന്റ് ആയിക്കൊണ്ട് ഈ ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് എതിരായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുകയും പാഠപുസ്തക പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കഴിഞ്ഞ ഈ വർഷം ജൂൺ മാസത്തിൽ പുതിയതായി വിതരണം ചെയ്ത പാഠപുസ്തകങ്ങൾ, ചില ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ ഈ വർഷം അടുത്ത വർഷത്തേക്ക് വീണ്ടും മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഗവൺമെന്റിനോട് നമ്മൾ ഈ ആവശ്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിരുന്നതാണ്. കൃത്യമായ പ്രൊസീജിയറിലൂടെ കടന്നു പോകാതെ വേണ്ടപ്പെട്ട എക്സ്പേർട്ടുകളുടെ മുന്നിൽ ചർച്ചയ്ക്ക് വിധേയമാക്കാതെ ഈ പാഠപുസ്തകം പരിഷ്കരിക്കുകയും ഒരു സുപ്രഭാതത്തിൽ പുതിയ പാഠപുസ്തകം അവതരിപ്പിക്കപ്പെടുകയും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ E മുസ്തഫ, KSTU ജില്ലാ പ്രസിഡന്റ് നാസർ തേളത്തെ, ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി P അബ്ദുൽ നാസർ, സംസ്ഥാന സെക്രട്ടറി അംഗം P ഖാലിദ്, ജില്ലാ സെക്രട്ടറി സത്താർ താനിയൻ, CK ഷമീർ ബാബു, P സാജിദ് തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു.